എൻ്റെ പേര് നിവേദ്യ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഉള്ളിപ്പജിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, കറിവേപ്പില, കടലപ്പൊടി. ഇതെല്ലാം ഒന്ന് നല്ലോണം കഴുകണം. ഇനി ഞാൻ ഉള്ളി നമുക്ക് തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കാം. ഞാൻ ചട്ടി ചൂടാവാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. അടുപ്പിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. അടുപ്പിൽ വെക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ ഞാൻ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിനു വേണ്ടി ഞാൻ 2 സവാള എടുത്ത് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, വറ്റൽമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. കറിവേപ്പില 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. മല്ലിയില 2 തണ്ട്, പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സവാള എടുത്ത് ഈ ബൗളിലേക്ക് മാറ്റുകയാണ്. എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇച്ചിരി ഉപ്പ് ഇതിലേക്ക് ഇടുകയാണ്. 1 സ്പൂൺ മതി, നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കടലപ്പൊടി ഇടാം. കുറച്ച് ഇടാൻ പാടൂ. ഇച്ചിരി 1 ഗ്ലാസ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൽ ഇച്ചിരി ഒഴിച്ചാൽ മതി. ഞാനിത് ഇളക്കാൻ പോകുന്നു. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് എല്ലാം കൂടെ നല്ല മിക്സ് ആയിട്ട് വരണം. ഇപ്പോൾ ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഈ നമ്മൾ മിക്സ് ആക്കി വെച്ച ബൗളിലെ ഇത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മല്ലിയുടെ മണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതിൻ്റെ അകത്തേക്ക് ഇടാം. ഇത്തിരി ഇടാൻ പാടൂ. കയ്യിൽ എണ്ണ തേക്കാതെ എല്ലാവരും നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം.
നല്ലോണം ആയി വരുന്നുണ്ട്. ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. നല്ലോണം മൂത്ത് വരുന്നുണ്ട്. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ അരിപ്പ പാത്രത്തിലേക്ക് നമുക്ക് ഇത് കോരിയിടാം. ആ മല്ലിയിലയുടെ എല്ലാം മണം ഊരി നിൽക്കുവാണ്. ഇത് നമ്മുടെ ആദ്യം ഇട്ടത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല മല്ലിയിലയുടെ മണമെല്ലാം ഉണ്ട്. നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അടുത്തതും കൂടെ നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ചിടണം. എണ്ണ തെറിക്കാതെ നോക്കണം.